നമസ്കാരം. അമേരിക്ക ഇറാൻ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഡിഫൻസ് സെക്ടർ ഓഹരികൾ ഇപ്പോൾ വിപണിയിൽ ശ്രദ്ധ നേടുകയാണ്. എന്നാൽ നിലവിലെ ഈ യുദ്ധ സാഹചര്യം മാത്രമല്ല പ്രതിരോധ മേഖല ഇപ്പോൾ സജീവമാക്കുന്നത്. കരുത്തുറ്റ പാദവാർഷിക പ്രകടനങ്ങളും റെക്കോർഡ് വേഗത്തിലുള്ള സംഭരണ നിർദ്ദേശങ്ങളും ഈ മേഖലയെ വീണ്ടും മുൻനിരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു പൊതുമേഖലാ എയ്റോസ്പേസ് പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. HALന് പുറമെ സർക്കാരിന്റെ പുതിയ അംഗീകാരങ്ങൾ ലഭിക്കുന്നതോടെ മറ്റ് പ്രതിരോധ മേഖലയിലെ കമ്പനികൾക്കും വലിയ അവസരങ്ങൾ കൈവന്നേക്കാം. ഈ മേഖലയെ നിരീക്ഷിക്കുന്ന നിക്ഷേപകർക്കായി വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ എന്താണ് പറയുന്നതെന്നും ഇത് വിപണിയിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കുക എന്നും നമുക്ക് നോക്കാം. പ്രതിരോധ മേഖലയിലെ ഓഹരികൾക്ക് വലിയൊരു മുന്നേറ്റം ലഭിച്ചത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 3.6 ലക്ഷം കോടി രൂപയുടെ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അഥവാ പ്രൊക്യൂർമെന്റ് പ്രൊപ്പോസൽസ് അനുമതി നൽകിയതോടെയാണ്. കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ തുകയുടെ ഏകദേശം 90%, അതായത് ഏതാണ്ട് 3.2 ലക്ഷം കോടി രൂപയും 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായിട്ടാണ് വകയിരുത്തുന്നത്. 2026 ഫെബ്രുവരിയിൽ ലഭിച്ച ഈ അനുമതി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറുകളിൽ ഒന്നാണ്. അനുവദിച്ച 114 വിമാനങ്ങളിൽ 18 എണ്ണം നേരിട്ട് വാങ്ങുകയും ബാക്കി 96 എണ്ണം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ കമ്പനികൾക്ക് വലിയ ഉത്തേജനം നൽകും. ഈ വാർത്ത പുറത്തു വന്നതോടെ HAL, BEL തുടങ്ങിയ പ്രതിരോധ ഓഹരികളിൽ കാര്യമായ ഉണർവ് പ്രകടമായിട്ടുണ്ട്. ഈ അനുമതിയോടെ 2026 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ നൽകിയ ആകെ ക്ലിയറൻസുകളുടെ 6.9 ലക്ഷം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 3 ഇരട്ടിയാണ്. ഇന്ത്യയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കാനുള്ള സർക്കാരിന്റെ ശക്തമായ നീക്കമാണ് ഇത് വ്യക്തമാക്കുന്നത്. അനുമതി ലഭിച്ച 114 റഫാൽ വിമാനങ്ങളിൽ ഏകദേശം 90 എണ്ണവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ 50% ഭാഗങ്ങളും തദ്ദേശീയമായി തന്നെ നിർമ്മിച്ചവയായിരിക്കും. കമ്പനികളുടെ കൃത്യമായ പങ്കാളിത്തം ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ടെങ്കിലും വിമാന നിർമ്മാണം, വിവിധ ഭാഗങ്ങളുടെ കൂട്ടിച്ചേർക്കൽ എന്നീ ജോലികളിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ നേട്ടമുണ്ടാകും. യുദ്ധവിമാനങ്ങൾ ലൈസൻസോടെ നിർമ്മിക്കുന്നതിൽ മുൻപരിചയമുള്ളതിനാൽ ഈ കരാറിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വലിയ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് നിരീക്ഷിക്കുന്നു. വിമാനങ്ങളിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി ഭാരത് ഇലക്ട്രോണിക്സ്, മിസൈൽ സംവിധാനങ്ങൾക്കായി ഭാരത് ഡൈനാമിക്സ് എന്നിവയും ഈ കരാറിലൂടെ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റ് കമ്പനികളാണ്. കൂടാതെ വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനികളും ഈ പദ്ധതിയിൽ പങ്കാളികളായേക്കാം. എങ്കിലും ബ്രോക്കറേജ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള കൃത്യമായ സമയപരിധിയോ ഓരോ കമ്പനികൾക്കും ലഭിക്കുന്ന ജോലിയുടെ കൃത്യമായ വിഹിതമോ ഇനിയും അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനിക്ക് റഫാൽ വിമാനങ്ങളിലെ RBE-2 റഡാറുകൾക്കായുള്ള സുപ്രധാന ഭാഗങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിൽ ബെൽ ഇതിനകം തന്നെ ഫ്രഞ്ച് കമ്പനിയായ തെയിൽസുമായി സഹകരിക്കുന്നുണ്ട്. റഫാലിൽ ഉപയോഗിക്കുന്ന അസ്ത്ര പോലുള്ള തദ്ദേശീയ മിസൈലുകൾ സംയോജിപ്പിക്കുന്നതിൽ BDL നിർണായക പങ്ക് വഹിക്കും. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, റിലയൻസ് ഡിഫൻസ് എന്നിവർ റഫാലിന്റെ ബോഡി ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിൽ ദാസോ ഏവിയേഷനുമായി കൈകോർക്കുന്നുണ്ട്. അനലിസ്റ്റുകൾ ഡിഫൻസ് ഓഹരിയിൽ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. എലാറ ക്യാപിറ്റൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് അക്യുമുലേറ്റ് റേറ്റിംഗ് നിലനിർത്തുകയും ഓഹരിയുടെ ടാർഗറ്റ് പ്രൈസ് 4700 രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ വിപണി വിലയിൽ നിന്നും ഏകദേശം 13% വർധനവാണ് ഇത് സൂചിപ്പിക്കുന്നത്. എങ്കിലും എഞ്ചിൻ വിതരണത്തിലെ കാലതാമസവും പദ്ധതികൾ കൃത്യസമയത്ത് നടപ്പിലാക്കുന്നതിലെ വെല്ലുവിളികളും പരിഗണിക്കേണ്ട റിസ്കുകളായി തന്നെ തുടരുന്നുണ്ട്. പ്രതിരോധ മേഖല കൂടുതൽ വ്യക്തതയുള്ള ഒരു വളർച്ചാ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വിശ്വസിക്കുന്നു. സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള സർക്കാരിന്റെ ശക്തമായ നീക്കങ്ങൾ പ്രതിരോധ ഓഹരികളുടെ കുതിപ്പിന് വ്യക്തമായ കാരണമാണ്. ശക്തമായ ഓർഡർ ബുക്കുകൾ ഈ വളർച്ചയ്ക്ക് അടിത്തറയേകുന്നു. എങ്കിലും പദ്ധതികൾ കൃത്യസമയത്ത് നടപ്പിലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയുമായിരിക്കും ഇനി മുതൽ ഈ മേഖലയിൽ നിരീക്ഷിക്കേണ്ട പ്രധാന ഘടകങ്ങൾ. ഇന്ന് വിപണിയിൽ ഭൂരിഭാഗം ഡിഫൻസ് ഓഹരികളും നേട്ടത്തിലാണ് തുടർന്നത്. വരും സെഷനുകളിലും നിക്ഷേപകർക്ക് ഈ ഓഹരികൾ ട്രാക്ക് ചെയ്യാവുന്നതാണ്.